हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. നമ്മൾ 44-45 ശ്ലോകം, 44-45. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവപ്രധു ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോഷജ ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ. നമ്മൾ എടുക്കുന്ന നാമം ആദ്യം 413 വ്യാപ്ത. വ്യാപ്ത മീൻസ് വ്യാപിച്ചവൻ അർത്ഥം, പെർവേസീവ്. കാരണരൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനാണ് വ്യാപ്തൻ. കോസ് പ്രസന്റ് ഇൻ ഓൾ എഫക്ട്സ് ഓർ മാനിഫെസ്റ്റേഷൻസ്. ദി അൺമാനിഫെസ്റ്റ് പ്രസന്റ് ഇൻ ദ മാനിഫെസ്റ്റേഷൻ ഓർ ദ കോസ് പ്രസന്റ് ഇൻ ദ ഇഫക്റ്റ്. അല്ലെങ്കിൽ കാരണരൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൻ വ്യാപ്തൻ. മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണം പറയാം. മണ്ണ് കുടങ്ങളിൽ വ്യാപ്തമായിരിക്കുന്നു. മനസ്സിലായോ? മണ്ണ് കുടങ്ങളിൽ വ്യാപ്തമായിരിക്കുന്നു. എല്ലാ കുടത്തിലും മണ്ണ് വ്യാപ്തമായിരിക്കുകയാണ്. ആ കുടത്തിൻ്റെ ഒരു ഭാഗത്ത് മണ്ണില്ലാത്ത ഭാഗമില്ല. സ്വർണം ആഭരണങ്ങളിൽ വ്യാപ്തമായിരിക്കുന്നു. ഏത് ഉദാഹരണം ഇഷ്ടമുള്ള വെച്ചാൽ എടുക്കാം. സ്വർണം വേണമെങ്കിൽ സ്വർണ്ണം എടുത്തോളൂ, ഒരു ചിലവൊന്നും കൊടുക്കണ്ട. മറ്റേത് ഈ കുംഭം കുടം മണ്ണെന്നൊക്കെ പറഞ്ഞാൽ അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട, സ്വർണ്ണം ആയിക്കോട്ടെ. സ്വർണം ആഭരണങ്ങളിൽ വ്യാപ്തമായിരിക്കുന്നു. അതും പോരാ, വിശാലമായിട്ടുള്ളൊരു ഉദാഹരണം പറയണമെങ്കിൽ സമുദ്രം, അതായത് ജലം തിരമാലകളിൽ വ്യാപ്തമായിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി പറയുന്ന ഉദാഹരണം സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. കയറ് പാമ്പിൽ വ്യാപ്തമായിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? അടുത്തതും കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം. ഭൂതം, മലയാളത്തിലെ ഭൂതം സ്തംഭത്തിൽ വ്യാപ്തമായിരിക്കുന്നു. ഇലക്ട്രിസിറ്റി പോസ്റ്റ് കണ്ടിട്ടാണ് പ്രേതാണെന്നൊക്കെ പറയണത്. അല്ലെങ്കിൽ ഒരു മരം കണ്ടിട്ട് അത് ഇതാ പ്രേതാണ്, അതിൻ്റെ കൈയിതാ കാലിതാ എന്നൊക്കെ പറയണം. അപ്പോൾ ആ മരത്തിലോ ആ സ്തംഭത്തിലോ ഭൂതം വ്യാപ്തമായിരിക്കുകയാണ്. ഭൂതം ആ സ്തംഭത്തിൽ വ്യാപ്തമായിരിക്കുകയാണ്. തിരിച്ചാണ് പറയേണ്ടത്. സ്തംഭം ആ ഭൂതത്തിൽ വ്യാപ്തമായിരിക്കുന്നു. തിരിച്ചാണ് പറയേണ്ടത്. ഭൂതം സ്തംഭത്തിലല്ല. എന്താ പറയുക, സ്തംഭത്തിൽ ഭൂതം വ്യാപ്തമായിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഭൂതം വന്നപ്പോൾ ആകെ താളം തെറ്റി.
അപ്പം സ്തംഭം ഭൂതത്തിൽ വ്യാപ്തമായിരിക്കുന്നു, കയറ് പാമ്പിൽ വ്യാപ്തമായിരിക്കുന്നു, സമുദ്രം തിരമാലകളിൽ വ്യാപ്തമായിരിക്കുന്നു, സ്വർണം ആഭരണങ്ങളിൽ വ്യാപ്തമായിരിക്കുന്നു, മണ്ണ് കുടങ്ങളിൽ വ്യാപ്തമായിരിക്കുന്നു. അതേപോലെ ഈശ്വരൻ സൃഷ്ടിയിൽ വ്യാപ്തമായിരിക്കുന്നു. ക്ലിയറായോ? അപ്പോൾ ഭഗവാൻ സർവഗതനാകയാലും എല്ലാ ദിക്കിലും എൻട്രി പെർമിറ്റ് ഉണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്നു. എല്ലാ ദിക്കിലും എൻട്രി ഉണ്ടെങ്കിൽ എല്ലാ ദിക്കിലും ഉണ്ടാവുമല്ലോ. എല്ലാ ദിക്കിലും ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലമില്ല, ഒരു ദിക്കുമില്ല. ഒരു അംശം സ്ഥലം, സൂചി കുത്താനുള്ള സ്ഥലം പോലും ദുര്യോധനൻ പറഞ്ഞ പോലെ സൂചി കുത്തുവതിന്നുമെന്ന് അവകാശം ഈ ധരണീതലേ എന്ന് പറഞ്ഞ പോലെ ഒരു സൂചി കുത്താനുള്ള സ്ഥലത്ത് പോലും ഈശ്വരൻ വ്യാപിക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ ദിക്കിലും എല്ലാവരുടെ സമയത്ത് സകല ദിക്കിലുമുണ്ട്. സർവ്വവ്യാപി എന്നല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഓൾ പെർവേസീവ് എന്നല്ലെങ്കിൽ പറയാൻ പറ്റുമോ? അതിനൊരു എക്സംഷനൊന്നും പറഞ്ഞിട്ടില്ല വേദങ്ങളും പുരാണങ്ങളും ഒന്നും. സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി, ദാറ്റ് ഇസ് ഓൾ, ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഓൾ പെർവേസീവ്, എല്ലാ സൃഷ്ടികൾക്കും ചേഷ്ടകൾക്കും കാരണമായി വർത്തിക്കുന്നവൻ അർത്ഥം. ദ ഇഫക്റ്റ്, ദ കോസ് ബിഹൈൻഡ് ഓൾ ഇഫക്ട്സ്. പ്രിയമോ വിരോധമോ കൂടാതെ ഞാൻ എല്ലാ ഭൂതങ്ങളിലും സമമായി എന്താ പറയുക വ്യാപരിച്ചിരിക്കുന്നു അർജുന എന്ന് ഭഗവാൻ എന്താ പറയുക 9-ാം അധ്യായത്തിൽ അർജുനനോട് പറയുന്നുണ്ട്. എനിക്കൊരാളോടും പ്രിയമില്ല, എനിക്കൊരാൾ പ്രിയനായിട്ടുമില്ല, എനിക്കൊരാൾ വിരോധിയായിട്ടുമില്ല. എല്ലാ ഭൂതജാലങ്ങളിലും ഞാൻ സമമായി വർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷേന അസ്തി ന പ്രിയ. നമേ ദ്വേഷ്യ അസ്തി ന പ്രിയ. പ്രിയനുമില്ല, ദ്വേഷിയില്ല. എനിക്കൊരു ദ്വേഷിയില്ല, ഒരു പ്രിയനുമില്ല. I don't have a person whom I like. I don't have a person whom I don't like. സമോഹം, സമോഹം അല്ല, സമോഹം സമം ഹം, സമോഹം സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും ഞാൻ നമേ ദ്വേഷേ അസ്തി ന പ്രിയ. ഞാനെല്ലാവർക്കും സമന്വേഷ്യൻ, ഇല്ലെനിക്കില്ലൊരിഷ്ടനും. ദ്വേഷനുമില്ല, ഇഷ്ടനുമില്ല എന്ന് പറയണം. ഞാൻ എല്ലാവർക്കും സമൻ. സമോഹം സർവഭൂതേഷു, ദ്വേഷ്യൻ ഇല്ലെനിക്കില്ലൊരിഷ്ടനും. ദ്വേഷ്യൻ ഇല്ല എനിക്ക്, ഒരു ഇഷ്ടനും ഇല്ല എനിക്ക്. ഒരു ദ്വേഷനും ഇല്ല, ഒരു ഇഷ്ടനും ഇല്ല. സമം സർവേഷു ഭൂതേഷു, ഞാൻ എല്ലാവർക്കും സമൻ. അപ്പോൾ സർവവ്യാപി എന്നുള്ള അർത്ഥത്തിലാണ് വ്യാപ്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കണം കമൻറ്റേറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് 414 കിടക്കുക. വായു. വായു എന്ന് വെച്ചെങ്കിൽ ഗന്ധം ഉണ്ടാക്കുന്നവൻ അല്ലേ? വായുവിൻ്റെ ഫങ്ഷൻ അതല്ലേ, ഗന്ധമുണ്ടാക്കുക. അപ്പോൾ വായുവിൽ ഭഗവാൻ അന്തര്യാമിയായിരുന്നു. നമ്മളിൽ എങ്ങനെയാണോ ഭഗവാൻ അന്തര്യാമിയായിരിക്കുന്നത്, സർവഭൂതേഷു ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുമ്പോൾ എല്ലാ ഭൂതങ്ങളിലുമായി, പഞ്ചഭൂതങ്ങളിലുമായി. അപ്പോൾ വായുവിൻ്റെ ഹൃദയത്തിലും, മീനിങ് വായുവിൻ്റെ ഉള്ളിലും പ്രവേശിച്ച് വായുവിനുള്ള ശക്തി വായുവിന് നൽകുന്നു. അല്ലാണ്ട് വായുവിൽ പ്രവേശിച്ചിട്ട് അഗ്നിക്കുള്ള ശക്തിയല്ല വായുവിന് കൊടുക്കുന്നത്. വായുവിൽ പ്രവേശിച്ച് വായുവിനുള്ള ശക്തി കൊടുക്കുന്നു. ഗന്ധം മീനിങ് വാസന വഹിച്ചു കൊണ്ടുപോകുന്ന ശക്തി വായുവിനല്ലേ? അല്ലേ? വായു ആണല്ലോ. വായുർഗന്ധാനിവാശയ എന്ന് പറയുന്നത്. അപ്പോൾ ഗന്ധത്തിൻ്റെ എന്താ പറയുക, വാസനയുടെ ഒഫീഷ്യൽ കാരിയറാണ് വായു. പുണ്യോ ഗന്ധ പൃഥിവീം ച
ധരിത്രിയിൽ പുണ്യഗന്ധം ഞാൻ. ഭഗവാൻ അഗൈൻ ഒമ്പതാം അധ്യായത്തിൽ ഞാൻ പറയുന്നു, പുണ്യോഗന്ധ പൃഥ്വിയംശ. ഈ പൃഥ്വിയിൽ പുണ്യഗന്ധം ഞാനാണ്, ഗന്ധത്തിന് ശക്തി കൊടുക്കുന്നത് ഞാനാണ് എന്ന് പറയുന്നത്. അപ്പോൾ വായുവിൽ ഭഗവാൻ പ്രവേശിച്ച് വായുവിൻ്റെ ഉള്ളിലിരുന്ന് ആ വായുവിൻ്റേതായിട്ടുള്ള ശക്തി പ്രദാനം ചെയ്ത് വായുവിനെ കൊണ്ട് ഗന്ധത്തെ വഹിപ്പിക്കുന്നു. ഗന്ധം വഹിക്കാനുള്ള ഇന്ധനം ആ വായുവിന് കൊടുക്കുന്നു. ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഭഗവത്ഗീതയെക്കാട്ടിലും കേമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയണല്ലോ, ഉപനിഷത്ത് എപ്പോഴും ഗീതക്കാ കേമാവണ്ടേ. അതിൽ പറയണത് യോ വായോ തിഷ്ടൻ വായോ അന്തരാ, യോ വായോ തിഷ്ടൻ വായോ അന്തരാ. ആരാണോ വായുവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ, വായുവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്ത് ഭഗവാൻ വായുവിനെ നിയന്ത്രിക്കുന്നു, വായുവിൻ്റെ വ്യവസ്ഥ സ്ഥാപിച്ചു കൊടുക്കുന്നു. വായുവിനൊരു വ്യവസ്ഥയുണ്ട്, അഗ്നിക്കൊരു വ്യവസ്ഥയുണ്ട്, എല്ലാ പഞ്ചഭൂതങ്ങൾക്കും ഉണ്ട്, എല്ലാ ഭൂതങ്ങൾക്കും ഓരോരോ വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥാന എന്ന് പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ വായുവിൻ്റെ വ്യവസ്ഥ വായുവിന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നു, അത് നിശ്ചയിച്ച് കൊടുക്കുന്നു. അതിന് അതിൻ്റേതായിട്ടുള്ള അധികാരം പവറും കൊടുക്കും, ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്. അതൊക്കെ ഭഗവത്ഗീത, ഇതൊക്കെ മാനേജ്മെൻറ്റ് സബ്ജക്റ്റല്ലേ. നമുക്ക് വായുവിൻ്റെ പവർ അതായത് ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഡെലിഗേഷനോ വർക്കാണോ കൊടുക്കേണ്ടത്. ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാറ്റിനും സാക്ഷിഭാവമായിട്ടിരിക്കണമല്ലോ. ഒക്കെ വരുന്നതൊക്കെ ഓരോരുത്തരെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് പറയുക, ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡേൺ മാനേജ്മെൻറ്റ് പീറ്റർ ഡ്രക്കറുടെ മുത്തശ്ശനൊക്കെ എന്താ എഴുതി വച്ചിരിക്കണത്? മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഡൂയിങ് തിങ്സ് ബട്ട് ഗെറ്റിംഗ് തിങ്സ് ഡൺ. ഭഗവാൻ അതിനെ ചെയ്യണം. എ ക്ലാസ് മാനേജറാണ് ഭഗവാൻ. അതാണ് വ്യവസ്ഥ എന്ന് പറയുന്നത്. സിസ്റ്റംസ്, എസ്റ്റാബ്ലിഷിങ് സിസ്റ്റംസ്. അപ്പോൾ ആരാണോ വായുവിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ, അതിനുള്ളിൽ സ്ഥിതി ചെയ്ത് വായുവിനെ നിയന്ത്രിക്കുന്നു, വായുവിൻ്റെ വ്യവസ്ഥ സ്ഥാപിച്ചു കൊടുക്കുന്നു. യോ വായോ തിഷ്ടൻ, അത് തിഷ്ടനായിട്ട്, ആരാണോ യോ അന്തര, അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അതിൻ്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു, അതിനുള്ള അധികാരം അതിന് കൊടുക്കുന്നു. അതാണ് വായു എന്നുള്ള നാമിൻ്റെ അർത്ഥം. അടുത്ത നാമം 415 അധോക്ഷജ. അധോക്ഷജ എന്ന് വെച്ചാൽ കീഴ്പോട്ട് ക്ഷയിക്കാത്തവൻ, അച്യുതൻ എന്നൊക്കെ പറയില്ലേ. ച്യുതമില്ലാത്തവൻ, കീഴ്പോട്ട് വീഴാത്തവൻ, വീഴ്ചയില്ലാത്തവൻ എന്നൊരർത്ഥം. രണ്ടാമതൊരർത്ഥം വിരാട് പുരുഷന് അധോക്ഷജ എന്നുള്ളൊരു പേര് വരും, അത് നമുക്ക് കാണാം. മൂന്നാമത്തത് അന്തർമുഖമായി ധ്യാനത്തിൽ പ്രാപിക്കുന്നവൻ, അന്തർമുഖമായിട്ട് ധ്യാനത്താൽ പ്രാപിക്കുന്നവനാണ് അധോക്ഷജ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ അർത്ഥം ഒന്ന് ഒരു ഓട്ടപ്രദർശനം വയ്ക്കാം നമുക്ക്. കീഴ്പോട്ട് ക്ഷയിക്കാത്തവൻ, അച്യുതൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഒരു കാലത്തും താഴോട്ട് ക്ഷയിക്കാത്തതിനാൽ അധോക്ഷജൻ. ഉദ്യോഗപർവത്തിൽ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, അധോ ന ക്ഷീയതേ ജാതു യസ്മാത് അസ്മാക് അധോക്ഷജ. യസ്മാത് അസ്മാക്, അതുകൊണ്ട് ഞാൻ അധോക്ഷജ. എന്തുകൊണ്ട്? അധോ ന ക്ഷീയതേ ജാതു, ഞാൻ കീഴ്പോട്ട് ക്ഷയിക്കില്ല. അധോ ന ക്ഷീയതേ ജാതു യസ്മാത് അസ്മാത്, ഞാൻ അധോക്ഷജ, ഞാൻ അധോക്ഷജനാണ്. അക്ഷരമില്ലാത്തവൻ, അക്ഷരനാണ് ഞാൻ, അക്ഷരപുരുഷനാണ്. അക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോക്ഷരമുച്ചതേ, എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ള നമ്മൾ ഈ ശ്ലോകം. എല്ലാ ഭൂതങ്ങളിലും ക്ഷരമുള്ളവരാണ്.
ക്ഷരസ്വഭാവമുള്ളവരാണ് എല്ലാ ഭൂതങ്ങളും. എല്ലാവർക്കും ക്ഷയമുണ്ടാവും. ജനിച്ചു കഴിഞ്ഞാൽ 6 വികാരങ്ങളുണ്ടാവും. വളർച്ച, മാറ്റം, അങ്ങനെയുള്ള 6 വികാരങ്ങളുണ്ടാവും. മരണം. ജാതസ്സഹി ധ്രുവോ മൃത്യു. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം, ഒരു രക്ഷയില്ല. അപ്പം മാറ്റങ്ങളുണ്ടാവും. മരിക്കുന്നതിന് മുമ്പുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ക്ഷര സർവാണി ഭൂതാനി, എല്ലാ ഭൂതജാലങ്ങളും മാറും അർജുന. കൂടസ്ഥോ അക്ഷരമുച്ചതേ, കൂടസ്ഥനായിട്ടില്ല എന്നെ അക്ഷരം ഉച്ചതേ എന്ന് പറയുന്നു. ക്ഷരം ഈ സർവഭൂതങ്ങൾ, കൂടസ്ഥൻ പരമക്ഷരം. കൂടസ്ഥനായിട്ടുള്ള ഞാൻ പരമാക്ഷരമാണ്, മാറ്റമില്ലാത്തവനാണ്. താഴോട്ട് എപ്പോഴും പതനമില്ലാത്തവനാണ്. അച്യുതനാണ് ഞാൻ. എൻ്റെ പദത്തിൽ നിന്ന് ഞാൻ ഒരു കാലത്തും കാല് അടി പതറിയിട്ട് വീഴാറില്ല. വലിയ ആന പോലും ചിലപ്പോൾ വീഴും. അടി തെറ്റിയിടിൽ വീണീടും തടിച്ച ഗജരാജനും. എനിക്കങ്ങനെ അടി തെറ്റാറില്ല, അടി പതറിയിട്ടുമില്ല. എനിക്ക് ഇതേവരെ പതറിയിട്ടുമില്ല, വീണിട്ടുമില്ല, ഇനി ഉണ്ടാവാനും പോണില്ല. കാരണം ഞാൻ നിന്നോർത്ത് നിൽക്കുന്നവനാ. എനിക്ക് ഇളക്കില്ല, മാറ്റില്ല. പിന്നെ എനിക്ക് എങ്ങനെ പതനം ഉണ്ടാവാനാ? അപ്പം അതാണ് അധോക്ഷജ എന്നുള്ള നാമത്തിൻ്റെ കീഴ്പോട്ട് ക്ഷയിക്കാത്തവൻ, അച്യുതൻ എന്നുള്ള വാക്കിൻ്റെ ഒക്കെ അർത്ഥം അതാണ്. അധോക്ഷജൻ എന്ന വാക്ക്, അക്ഷ എന്നുള്ള വാക്ക്, അധോ അക്ഷജൻ, അക്ഷ എന്നുള്ള വാക്കിന് ആകാശം എന്നൊരർത്ഥമുണ്ട്. അധ എന്നുള്ള വാക്കിന് ഭൂമി എന്നും അർത്ഥമുണ്ട്. അപ്പം ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതാണ് വിരാട് പുരുഷൻ, ദ ടോട്ടൽ ക്രിയേഷൻ, പിക്ചർ ഓഫ് എ ടോട്ടൽ ക്രിയേഷൻ. എല്ലാ ഭൂതജാലങ്ങളുടെയും ഒരു ടോട്ടൽ വിരാട് സ്വരൂപം. അതുകൊണ്ടാണ് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷം സഹസ്രപാദ് എന്നൊക്കെ പറയുന്നത്. 1000 തല, 1000 കയ്യ്, 10000 മൂക്ക എന്നൊക്കെ പറയണില്ലേ, അത് ആ വിരാട് പുരുഷനാണ്. ആ വിരാട് പുരുഷൻ എവിടെയാണ്? ഭൂമിക്കും ആകാശത്തിനും ഇടയിലാണ് നിലകൊള്ളുന്നത്. അവിടെയാണോ സൃഷ്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ അവയുടെ മധ്യത്തിൽ വിരാട് പുരുഷൻ വിളങ്ങി നിൽക്കുന്നത് കൊണ്ട് അധോക്ഷജൻ എന്ന പേര് വിഷ്ണുവിന് വന്നു. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അധോക്ഷജൻ, വിരാട് പുരുഷൻ. നോക്കൂ എങ്ങനെയൊക്കെയാ പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കണമെന്ന്. ഭീഷ്മർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ ദൈവത്തിന് അറിയാം, അങ്ങനെയൊക്കെ അർത്ഥയുവാക്കുന്നുണ്ടെന്ന്. പക്ഷേ അത് പണ്ഡിതന്മാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ, ജ്ഞാനികളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് പോണ പോക്ക് കണ്ടു. ഭീഷ്മർ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് പറഞ്ഞത് ദൈവത്തിന് അറിയാം അല്ലേ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഭീഷ്മരോട് തിരിച്ച് ചോദിക്കാനും പറ്റില്ലോ, രാമ എന്താ ഈ അധോക്ഷ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത്, ഇത് ഈ അർത്ഥമാണോ ആ അർത്ഥമാണോ ചോദിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ തസ്മാത് ശാസ്ത്രം പ്രമാണം, ശാസ്ത്രത്തിനെ പ്രമാണമാക്കുക. മഹത്വചനങ്ങൾ, മഹാത്മാക്കൾ പറഞ്ഞത് നമുക്ക് പ്രമാണമാക്കുക. അവരാണ് അതൊക്കെ പറഞ്ഞത്, കമൻറ്റേറ്റേഴ്സാണ് ഈ പറയുന്നതൊക്കെ. ആലോചിച്ച് നോക്കുമ്പോൾ ശരിയല്ലേ? അക്ഷ എന്നും അധ എന്നും കൂട്ടിച്ചേർന്ന അക്ഷരല്ലേ അധോക്ഷജ. വിരാട് പുരുഷൻ എന്നുള്ള അർത്ഥം നമുക്ക് അങ്ങനെ എടുക്കാം. മൂന്നാമത്തെ അർത്ഥം പറയുന്നത് ഇന്ദ്രിയങ്ങളെയും ചിത്തത്തിനെയും അന്തർമുഖമാക്കി ദൃശ്യമാക്കുന്നതിനാൽ അധോക്ഷജൻ. ഇന്ദ്രിയങ്ങളെ, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ, ചിത്തത്തിന്, മനസ്സിനെയും ബുദ്ധിയും ബാഹ്യലോകത്തിലേക്ക് പോകാതെ ഒരു ചെറിയൊരു വിരാമമിട്ട് അതിനെ അന്തർമുഖമായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൃശ്യമാകുന്നതാണ് അധോക്ഷജൻ. അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ അധോക്ഷജൻ. അധോക്ഷജൻ, അക്ഷ എന്ന് വെച്ചാൽ കണ്ണ്, അതാ മീൻസ് എന്താ പറയുക, അന്തർമുഖം. അപ്പോൾ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ, ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന വ്യക്തി ആരാണോ അത് അധോക്ഷജൻ. ലുക്ക് ഇൻസൈഡ്. ഇതിനൊക്കെ പുറത്തേക്ക് ലൗഡ് സ്പീക്കർ പോലെയല്ലേ വെച്ചിരിക്കണം. കഥോപനിഷത്തിൽ പറഞ്ഞ പോലെ പരാഞ്ചികാനി വ്യതൃണ സ്വയംഭൂ.
അതുകൊണ്ട് തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മാ. സാധാരണക്കാർക്ക് അന്തരാത്മയിലേക്ക് കണക്ക് പോവില്ല. കണ്ണും മൂക്കും നാക്കും തൊക്കൊന്നും പോവില്ല ഉള്ളിലേക്ക്. പഞ്ചേന്ദ്രിയങ്ങളും പോവില്ല, മനസ്സും പോവില്ല. ബുദ്ധിക്ക് പിന്നെ മുമ്പും പിമ്പും നോക്കണ്ട, അവിടെ ഇരുന്നോടത്തിരിക്കും. മനസ്സെന്താ പറഞ്ഞു വെച്ചാൽ അതിനൊരു ജഡ്ജ്മെൻ്റ് എഴുതും, അത്രന്നെ. അപ്പോൾ ബാഹ്യലോകത്തുനിന്ന് വരുന്ന മാറ്ററും സബ്സ്റ്റൻസും മാത്രമേ ബുദ്ധിയുടെ കീഴിൽ അത് പരിശോധിക്കാൻ വരുന്നുള്ളൂ. മറ്റേ ഒന്നൊരു ഉള്ളിൽ നിന്നുള്ളൊരു സ്റ്റിമുലസും വരുന്നില്ല, മനസ്സുകൊണ്ട് വരുന്നില്ല. മനസ്സിനറിഞ്ഞല്ല മനസ്സുകൊണ്ട് വരാൻ പറ്റുള്ളൂ. മനസ്സ് എവിടെ നിൽക്കണം? ഇന്ദ്രിയങ്ങളുടെ കൂടെ പോകണം അല്ലേ? ഈ സ്ട്രീറ്റ് ഹോക്കേഴ്സിൻ്റെ കൂടെയാണ് പോണത്. ഹോക്കേഴ്സ് അല്ല, എന്താ പറയുക, സ്ട്രീറ്റ് പിക്ക് എന്ന് പറയില്ലേ? ആ, ഈ റോട്ടിലൊക്കെ വേസ്റ്റൊക്കെ കിടന്ന് പിക്ക് ചെയ്യില്ലേ, അങ്ങനത്തെ ആൾക്കാർ, പിള്ളേർ, എന്താ ഒരു പറയാ, ഒരു പേര് പറയും, റഫിയൻസ് അല്ല, സ്ട്രീറ്റ് പിക്കേഴ്സ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, മനസ്സിലായില്ലേ അർത്ഥം? അതല്ലേ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ. ശബ്ദം കേട്ടാൽ അങ്ങോട്ട് ഓടി, രസം കേട്ടാൽ അങ്ങോട്ട് ഓടി, സ്പർശം കേട്ടാൽ അങ്ങോട്ട് ഓടി. ഇതല്ലേ എവിടെയാണ് വേസ്റ്റ് കിടക്കണമെന്ന് വെച്ചാൽ അങ്ങോട്ട് ഓടി. എന്തിന്? സുഖം കിട്ടും, സുഖം കിട്ടുന്നിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് കിട്ടണതോ ആകെ ദുഃഖവും. അപ്പോൾ ഉള്ളിൽ നിന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ ഒരു വസ്തുവില്ല ഇവരുടെ അടുത്ത്. ദേ ഹാവ് നോ മാറ്റർ ടു റിപ്പോർട്ട് ഫ്രം ഇൻസൈഡ്. ഒക്കെ ഔട്ട്സൈഡാ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതെല്ലാം ദേ ആർ ഗാദറിങ് ഇൻഫർമേഷൻ ഫ്രം എക്സ്റ്റേണൽ വേൾഡ്. അധോമുഖം പരാഞ്ചിഖാനി വ്യതണത് സ്വയംഭൂ. അതാണ് മനസ്സിന് കൊടുക്കണം. മനസ്സിന് കിട്ടിയതല്ലേ മനസ്സിനെ അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബുദ്ധിക്ക് കിട്ടിയതല്ലേ ബുദ്ധിക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബുദ്ധിക്ക് സ്വയം ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ പോയി സമ്പർക്കം ചെയ്യാനുള്ള കഴിവ് ബുദ്ധിക്കില്ല. ബുദ്ധിക്ക് ആ ജോലിയില്ല. ബുദ്ധിക്ക് പിന്നാക്കം തിരിഞ്ഞു നോക്കാനുള്ള ജോലിയില്ല. പിന്നാമ്പറത്ത് തിരിഞ്ഞു നോക്കിയിട്ട് കൊണ്ടുവരേണ്ടവർ വല്ല സാധനം കൊണ്ടുവന്നാൽ അതിന് ഞാൻ ഉത്തരം പറയാം. അതാണ് ബുദ്ധിയുടെ സ്റ്റാൻഡ്. മനസ്സിലായോ? അപ്പോൾ പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത്. അതുകൊണ്ട് പശ്യതി ന അന്തരാത്മാ. ഉള്ളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ നിന്ന് യാതൊരു മാറ്ററും എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഐ ആം ടോട്ടലി കട്ട് ഓഫ്. മനസ്സും ബുദ്ധിയും ടോട്ടലി കട്ട് ഓഫ് ഫ്രം ദി ഇൻറ്റേർണൽ വേൾഡ്. ഇന്ദ്രിയങ്ങളില്ല. കാരണം ഇന്ദ്രിയങ്ങൾക്ക് അങ്ങോട്ട് ഒരു പ്രവേശനമില്ല. അവർ പോകുന്നില്ല. കാരണം അവരൊക്കെ പുറത്തേക്കാണ് വിട്ടയച്ചിരിക്കുന്നത്. പക്ഷേ കശ്ചിത് ധീര, അതിലൊരു ധീരുണ്ടാവും. അവകളിൽ ഒരു നാൾ ഒന്ന് കേൾവിപ്പെടുന്നു എന്ന് വീശി എഴുതിയ പോലെ, ഒരാൾ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ, 1,00,000-ൽ 1-2 ആൾക്കാർ എന്തപ്പോൾ ഈ പുറത്തേക്ക് ഇങ്ങനെ പോകണം, നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയാൽ എന്താ, ഈ വഴിയൊന്ന് തിരിച്ചു പിന്നാക്കം പോയി നോക്കിയാൽ എന്താ, വൈ നോട്ട് എന്നൊരു തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വിചാരിച്ച് പിന്നാക്കം പോകുന്നവരാണ് ആരെ? കറേജിയസ് മെൻ, ധീരന്മാർ. കാരണം അവർ ആ ട്രോഡൻ പാത്തല്ല അവർ സ്വീകരിക്കുന്നത്. ദേ ആർ ടേക്കിംഗ് എ ന്യൂ റെവല്യൂഷണറി പാത്ത്, ആൻഡ് ദ പാത്ത് ഈസ് ഫോർ ഇൻസൈഡ്. കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രത്യമാത്മാനമൈക്ഷത്. ദേ സീ ഇൻവേർഡ്, ദേ ഗെറ്റ് ഇൻവേർഡ് മാറ്റർ. ഉള്ളിൽ നിന്നുള്ള റിപ്പോർട്ട് അവർക്ക് കിട്ടി തുടങ്ങും. ആ റിപ്പോർട്ട് മനസ്സിന് കൊടുത്ത് മനസ്സ് ബുദ്ധിയുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ബുദ്ധിയാണ് പറയുക, ഓ ദിസ് ഈസ് ദാറ്റ് തത്വം, ദ റിയൽ യു ഇൻ യു. ഇതാണ് കൂട്ടാ, ഇപ്പോഴാണ് എനിക്ക് ശരിക്കുള്ള സാധനം എക്സാമിൻ ചെയ്യാൻ പറ്റിയത്. ഇത് ഈസ് നത്തിങ് അതർ ദാൻ തത്വമസി. കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുൺ അമൃതത്വമിച്ഛൻ. ദാറ്റ് ഗിവ്സ് യു ഇമ്മോർട്ടാലിറ്റി. മനസ്സിലായോ? അതുകൊണ്ടാണ് അധോക്ഷജ. അക്ഷഗണങ്ങൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയോ? ഇന്ദ്രിയ സംഗ്രാമം എന്നുള്ളൊരർത്ഥമുണ്ട്. അക്ഷഗണങ്ങൾ എന്ന് വെച്ചെങ്കിൽ, അക്ഷങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഒരു സംഗ്രാമമാണ് അക്ഷഗണങ്ങൾ എന്ന് പറയുന്നത്.
അത് അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും. അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതാം. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും. മലയാളത്തിലെ അഭ്യാസവും വൈരാഗ്യവും അല്ല, പിന്നെയും പറയുന്നു സംസ്കൃതത്തിലെ അഭ്യാസവും വൈരാഗ്യവും. അത് കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമ്മളുടെ ഇന്നത്തെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം. അതിനെന്ത് വേണം? മനസ്സ് അവരുടെ കൂടെ പോകരുത്. മനസ്സ് പിന്നാക്കം കൊണ്ടുപോകണം ഇന്ദ്രിയങ്ങളെ. അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ മനസ്സിനെ എവിടെ നിൽക്കണ്ടേ? മനസ്സിനെ എവിടെയെങ്കിലും നിൽക്കണ്ടേ? ഒരു പെർമനൻറ്റ് റെസിഡൻസ് വേണ്ട. ഐദർ യു ആർ വിത്ത് ഇന്ദ്രിയാസ് ഓർ യു ആർ വിത്ത് ബുദ്ധി. വേർ ആർ യു? യു കാൺ ബി ഇൻ ബിറ്റ്വീൻ, ലോയിറ്ററിങ് അറൗണ്ട് ലൈക്ക് ദിസ്. യു ബി വിത്ത് ദം ഓർ ബി വിത്ത്. വെർ ഈസ് യുവർ ചെയർ? വെർ ഈസ് യുവർ ഓഫീസ്? വെർ ഈസ് യുവർ റൂം? ഇസ് ഇറ്റ് വിത്ത് ഇന്ദ്രിയാസ് ഓർ ഇസ് ഇറ്റ് വിത്ത് ബുദ്ധി? അത് തലചോർന്നിട്ട് പറയാം, അത് ഇപ്പോൾ ഞാൻ ഇന്ദ്രിയങ്ങളുടെ കൂടെയാണ്. എന്നാൽ പ്ലീസ് ഐദർ യു കണ്ടിന്യൂ ദെയർ ഓർ യു കം ഹിയർ. അപ്പോൾ എപ്പോഴാണോ മനസ്സ്, അതുകൊണ്ടാണ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയേത്. അവനാണ് ഈ അപകടകാരി മുഴുവൻ. അവനൊന്ന് മാറിയാൽ മതി. ഒരു സ്റ്റെപ്പ് അവൻ റോങ് ആയിട്ട് അങ്ങോട്ട് എടുക്കുന്നതിന് പകരം റൈറ്റ് സ്റ്റെപ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് ബുദ്ധിയുടെ കൂടെ നിന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് പിന്നെ കഴിവില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനുള്ള കഴിവ് അവന് കിട്ടും. അവരുടെ കൂടെ എല്ലാവരും നിൽക്കണത്. അവൻ്റെ പെർമനൻറ്റ് അഡ്രസ് ഹാസ് ബീൻ ചേഞ്ച്. കെയർ ഓഫ് ബുദ്ധി, നോട്ട് കെയർ ഓഫ് ഇന്ദ്രിയാസ്. ഇന്നിപ്പോൾ മൈൻഡ് കെയർ ഓഫ് ഇന്ദ്രിയാസ് ആണ്, മറ്റൊരു മൈൻഡ് കെയർ ഓഫ് ബുദ്ധിയാവും. മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സും ബുദ്ധിയും കൂടി വരുമ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ച് അകത്തേക്ക് നോക്കാൻ പറയും. അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കൊണ്ടുവരാൻ പറയും. ഗെറ്റ് മീ ഇൻഫർമേഷൻ ഫ്രം ദെയർ. ഇവരൊക്കെ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പോൾ ഇപ്പോൾ അവരോട് പറഞ്ഞു അവിടെ പിന്നെ മാർക്കറ്റിൽ പോയിട്ട്, എക്സ്റ്റേണൽ മാർക്കറ്റിൽ പോയിട്ട് കൊണ്ടുപോവാ. ഇപ്പോൾ ഞാൻ പറയണു ബുദ്ധിയും മനസ്സും കൂടി ഒന്നിച്ച് പറയണു, നോ, യു സ്റ്റോപ്പ് ഗോയിങ് ദർ, യു ഗോ ബിഹൈൻഡ് ആൻഡ് എക്സ്പ്ലോർ ദിസ് മാർക്കറ്റ്, ദി അൺഎക്സ്പ്ലോർഡ് മാർക്കറ്റ് റീജിയൻ. അവിടെ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കൊണ്ടുപോവാ. അവിടുന്ന് ഇൻഫർമേഷൻ കൊണ്ടുവരാനൊന്നുമില്ല, അതങ്ങോട്ട് കണ്ടാൽ മതി. പിന്നാക്കം ഒരു നോട്ടം നോക്കിയാൽ മതി. ഫിനിഷ്ഡ്. വേർ എൻഡ്സ് ദി മാറ്റർ. കശ്ചിത് ധീര പ്രത്യേകാത്മാനൈക്ഷത് ആവൃത്തചക്ഷുൻ അമൃതത്വമിച്ഛൻ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണമെങ്കിൽ മനസ്സ് ആദ്യം തന്നെ ബുദ്ധിയുടെ കൂടെ നിൽക്കണം. ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം. അങ്ങനെ സംഭവിച്ചാൽ, എങ്ങനെ സംഭവിച്ചാൽ, മനസ്സും ബുദ്ധിയും കൂടി ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അചിരേണ, കാലപ്രയാസമില്ലാതെ, അധികം താമസിക്കാണ്ട് ഇന്ദ്രിയങ്ങൾ അന്തർമുഖമായി ഇങ്ങോട്ട് തന്നെ വരും. ഞാൻ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ പരമജ്ഞാനം നമുക്ക് ലഭിക്കണം. അവരുള്ളോട്ട് തിരിഞ്ഞാൽ മതി, ഒന്നും പ്രയത്നിക്കണ്ട. അപ്പോൾ പുറമേ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇന്ദ്രിയങ്ങൾക്ക്. ഇതൊന്നുമില്ല. ഉള്ളിലേക്കൊരു നോട്ടം നോക്കിയാൽ മതി, ഒന്ന് ക്യാപ്ചർ ചെയ്താൽ മതി, ഒന്ന് ഒരു ഫ്ലാഷ് ക്ലിക്ക് ചെയ്താൽ മതി. അത്രേ വേണ്ടോ. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. സോറി, അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. പുറത്ത് പോണ ആൾക്കാർക്ക് എളുപ്പമല്ല കിട്ടാൻ. അന്തർമുഖ സമാരാധ്യ, അന്തർമുഖമായിട്ടുള്ള ഉള്ളവരാണ് ആരാധിക്കുന്നത്, ഭഗവാനെ ആരാധിക്കുന്നത്. മനസ്സിലായോ? അതാണ് പരമജ്ഞാനം കിട്ടുന്നത്. അപ്പോൾ ഭഗവാൻ അവ്യക്തമായ കാരണങ്ങളും വ്യക്തങ്ങളായ കാര്യങ്ങളുമായി നമുക്ക് കാണപ്പെടുന്നു. അല്ലേ? ഭഗവാനെ നമുക്ക് എങ്ങനെ കാണപ്പെടുന്നത്? അവ്യക്തമായ കാര്യങ്ങൾ, അവ്യക്തമായ കാരണങ്ങൾ. കോസ് ഈസ് അൺസീൻ. വ്യക്തമായ കാരണങ്ങൾ നമ്മൾ കാണുന്നത് പാമ്പിനെയല്ലേ? അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? അവ്യക്തമായിട്ടുള്ള കാരണം എന്താ? കയറ്. അപ്പോൾ അത് രണ്ടും കയറ് തന്നെയാണ്. ശരിക്കുള്ള കയറും കയറാണ്,
ഈ പാമ്പെന്ന് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കയറാണ്. അപ്പോൾ രണ്ടും കയറാണ്. അപ്പോൾ അദൃശ്യനായിട്ടുള്ള ഭഗവാനെയും ഭഗവാൻ തന്നെയാണ്, ദൃശ്യനായിട്ടുള്ള ഭഗവാനും ഭഗവാൻ തന്നെയാണ്. നമുക്കത് രണ്ടായിട്ട് കാണുന്നു എന്നുള്ളൂ. രണ്ടും ഒന്നാണ്, ഒരു വ്യത്യാസമില്ല. ഫോട്ടോ കോപ്പി. അൺമാനിഫെസ്റ്റ് കോസ് ആൻഡ് മാനിഫെസ്റ്റ് ഇഫക്റ്റ്, രണ്ടിലും ഭഗവത് സ്വരൂപത്തിന് നമുക്ക് ദർശിക്കാൻ പറ്റണം. അല്ലെങ്കിൽ കാര്യമില്ല. ഒന്നിൽ മാത്രം ദർശിച്ചിട്ട് എന്താ കാര്യം? അതിനുള്ളൊരു മനസ്സ് വേണം. കാണുന്നതിലും കാണാത്തതിലും ഭഗവാനെ വിശ്വസിക്കാനും കാണാനുള്ള മനസ്സ് നമുക്ക് വേണം. കാരണം കാണാത്തതാണ് കോസ്, കാണുന്നതാണ് ഇഫക്റ്റ്. കാണാത്തതാണ് അൺമാനിഫെസ്റ്റ്, കാണുന്നതാണ് മാനിഫെസ്റ്റ്. ഈ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് കാണാത്ത അൺമാനിഫെസ്റ്റ് കാണുകയാണ്. അതേ സാധനം തന്നെയാണ് ഇവിടെ മാനിഫെസ്റ്റായി വരുന്നത്. ദേവരെ നമ്മളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ പുറത്തു വന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത സമയത്ത് അതിനെ പാമ്പായിട്ട് കാണുന്ന നേരം കയറുണ്ട്. പാമ്പിനെ കയറാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷം കയറുണ്ട്. അപ്പോൾ ഏത് സമയത്തും എല്ലാ സമയത്തും എപ്പോഴും ഓൾവേസ് 24/7 കയറ് ഓൾവേസ് ദെയർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാമ്പിലും കയറിനെ കാണാൻ പറ്റണം, കയറിലും കയറിനെ കാണാൻ പറ്റണം. കയറിൽ പാമ്പ് കാണരുത്, പാമ്പിൽ കയറിനെ കാണും വേണം. കയറിൽ മാത്രം കയറ് കണ്ടിട്ട് കാര്യമില്ല. പാമ്പിൽ കയറ് കാണാത്തവൻ പിന്നെ എങ്ങനെ കയറിൽ കയറ് കാണുക? കാണാത്ത കയറിൽ എങ്ങനെ നമ്മൾ കയറ് കാണും? കാണുന്ന പാമ്പിൽ കയറ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആലോചിക്കും. അപ്പോൾ ദൃഷ്ടമായ സൃഷ്ടിയിലെ ഭഗവാൻ തന്നെ കാണാൻ കഴിയാത്തവർക്ക് ഈ ഭഗവാന്റെ സൃഷ്ടി ഉണ്ടല്ലോ, ഈ കാണുന്ന സകല ജീവജാലങ്ങളും ചൈതന്യം അചൈതന്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും എല്ലാം ഭഗവാന്റെ സൃഷ്ടിയല്ലേ. അവയിലൊന്നും തമ്മിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. നമുക്ക് അതിലൊന്നും ഭഗവാൻ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മനോഭാവമാണ് നമ്മളുടെ വെച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ അദൃശ്യനായിട്ടുള്ള ദൈവത്തിനെ കാണുക? ഉള്ളൂരിൻ്റെ ഒരു അത്യുജ്വലമായിട്ടുള്ളൊരു ഈരടിയുണ്ട് പ്രേമസംഗീതത്തിൽ. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. നോക്കൂ, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഈശ്വരനെ കാണാനല്ല എങ്ങനെ കാണുക? ഈശ്വരൻ ഉള്ളയിടത്ത് നിങ്ങൾക്ക് കണ്ണിൻ്റെ മുമ്പിലുള്ള ഈശ്വരനെ നിങ്ങൾക്ക് കാണുന്നില്ല. ഒരു ധർമ്മക്കാരൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വര സ്വരൂപത്തിൽ വരുന്നതാണ്. എൻ്റെ ധർമ്മം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു കാരണമായിട്ട് ഈശ്വരൻ തന്നെ അവതരിച്ചു വരുന്നതാണ് എന്നുള്ള ഭാവം നമുക്ക് ആ ധർമ്മക്കാരനെ കാണുമ്പോൾ ഉണ്ടാവില്ല. അയാളെ കണ്ട വഴിക്ക് നമ്മൾ ധർമ്മക്കാരൻ എന്നല്ല പറയാം. ഇപ്പോഴത്തെ ടെർമിനോളജിയൊക്കെ വേറെയാ. അയാൾ പിച്ചക്കാരൻ. അപ്പോൾ ധർമ്മക്കാരനെ നമുക്ക് ധർമ്മക്കാരനായിട്ട് കാണാൻ പറ്റുന്നില്ല, പിച്ചക്കാരനായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള നമുക്ക് ദൃശ്യനായിട്ടുള്ളൊരു വ്യക്തിയെ ഈശ്വര സ്വരൂപം അതിൽ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അദൃശ്യനായിട്ടുള്ള ഭഗവാനെ കാണില്ല എന്ന് പറഞ്ഞാൽ എന്താ ആശ്ചര്യം എന്ന് ചോദിക്കാണ് ഉള്ളൂര്. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. നോ വണ്ടർ. അപ്പോൾ അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്കുള്ള യാത്രയാണ് ശാസ്ത്രീയമായിട്ടുള്ള യാത്ര. ലോകത്തിലെ ഏത് സബ്ജക്റ്റിലും ഏത് വിഷയത്തിലും ഫ്രം ദി നോൺ ടു ദി അൺനോൺ, അതല്ലേ സയൻറ്റിഫിക് യാത്ര. അപ്പോൾ അറിയുന്നതിൽ വേണം നമ്മൾ അറിയാത്തതിലേക്ക് പോകാൻ. അതാണ് ശാസ്ത്രീയമായിട്ടുള്ള യാത്ര. ഇതൊക്കെ ഭഗവാനാണ് നമ്മൾ ആദ്യം അറിയണം. എന്നിട്ട് വേണം രൂപവും ദർശനവും അഗ്രാഹ്യവുമായിട്ടുള്ള ഭഗവാനിലേക്ക് നമ്മൾ ഇവിടുന്ന് കുതിച്ചു ചേടാൻ. ഇത് ഭഗവാനാണ് ആദ്യം അറിയൂ. ഇതറിയുന്ന വസ്തുവാണ്. ഇറ്റ് ആർ ഓൾ നോൺ, ഫ്രം ദ നോൺ ടു ദി അൺനോൺ.
അതുകൊണ്ട് സഹജീവികളെ മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക. പിന്നീട് അദൃശ്യനായ ഭഗവാനെ അറിയാൻ വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടില്ല. ഇത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അവിടെ നമുക്ക് പ്രശ്നം പറ്റുന്നത്, അവിടെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാണുന്നത് നമ്മൾ കാണുന്നില്ല, കാണാത്തത് കാണണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാണുക? കാണുന്ന വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് കാണാത്ത വസ്തുവിനെ നമ്മൾ കാണുക? ഇതാദ്യം കാണുമോ, എന്നിട്ട് അതിന് എന്താ മനസ്സിലായെന്ന് പറയും. ഇത് ആരാണ്, ഇത് ഏത് ശക്തിയാണ്, ആ ശക്തി ഇതിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് പിടിച്ച് കിട്ടാൻ പറ്റില്ലല്ലോ, അതെവിടെയാണ്, അത് ചോദിക്കൂ, കാണിച്ചു തരാം. അതല്ലാണ്ട് ഇതൊന്നുമല്ല, എനിക്ക് വേണ്ടത് വേറെ ഒന്നാണ്, കാണാത്ത സാധനം എനിക്ക് വേണ്ട, കണ്ടതിനെക്കുറിച്ച് എനിക്ക് നോ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പോൾ എന്താ ഇതിൽ ആശ്ചര്യമുള്ളതെന്ന് ചോദിക്കാണ്. ഇതൊക്കെ സ്റ്റെപ്പായിട്ട് പോകേണ്ട വഴികളാണ്. സ്പിരിച്വൽ അധ്യയനത്തിൽ, സ്പിരിച്വൽ പ്രോഗ്രസ്സിൽ കിൻഡർ ഗാർട്ടനിൽ പോലും നമ്മളായിട്ടില്ല, മറക്കരുത്. നമ്മളത് PhD എഴുതിയ തീസിസാണ് നമ്മൾ വായിക്കണത്, അവരുടെ റിസർച്ച് പേപ്പറാണ് നമ്മൾ വായിക്കണത്. നമ്മളെവിടെ ഏത് ക്ലാസ്സിലാണ്? LKG, UKG, പ്രീ സ്കൂൾ, അതിലൊക്കെ നമ്മളുടെ ലെവല്. സ്പിരിച്വൽ പ്രോഗ്രസ്, ഞാൻ അക്കാഡമിക്കിലല്ല പറയണം കേട്ടോ, സ്പിരിച്വൽ പ്രോഗ്രസ്സിൽ നമ്മളെല്ലാവരും ഇല്ലേ എത്രയോ നമ്മൾ ഉയരാനുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മളുടെ ആചരണത്തിലും എല്ലാം നമ്മൾ എത്രയോ ഉയരാനുണ്ട് അല്ലേ. അപ്പം അവർക്കാണ് ഈ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കൊടുക്കുന്നത്, അല്ലാണ്ട് അവിടെ എത്തിയവർക്കല്ല. അവിടെ എത്തിയവർക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ അഡ്വൈസ് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തന്നെ അഡ്വൈസ് ചെയ്യുക. നമ്മളുടെ ഹയർ സെൽഫ് നമ്മളുടെ ലോവർ സെൽഫിനെ പറയും. The higher self in me is teaching the lower self in me. Come up, get up, get up. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തിക്തോത്തിഷ്ട പരന്തപ. നീക്കടാ, ഇത്ര നേരം അങ്ങനെ കിടന്നുറങ്ങുക, ആണും പെണ്ണല്ലാണ്ട്. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ. അതാണ് നമ്മുടെ ഈ സ്റ്റഡി ക്ലാസ്സുകൾക്കും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കും എല്ലാറ്റിൻ്റെയും ഉപകാരം അതാണ്, അതിൻ്റെ ആവശ്യം അതാണ്, അതിൻ്റെ ഉദ്ദേശം അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത 416 ഋതു. കാലസ്വരൂപനായി ഋതുക്കളാകുന്നവൻ. ഋതു മീൻസ് സീസൺസ്. സീസൺസ് എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ ഭാഗമാണല്ലോ സീസൺസ് അല്ലേ. ആ കാലത്തിൻ്റെ ഭാഗങ്ങളല്ലേ സീസൺസ്. സീസൺസ് ആയിട്ടല്ലേ കാലങ്ങൾ വരുന്നത്. ടൈം ഈസ് മെയ്ഡപ്പ് ഓഫ്. കാലം എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയതാ? ഇങ്ങനെ കാലം ഡിവൈഡ് ചെയ്യണത് വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം, രാവ്, പകല്, സന്ധ്യ, എന്താ പറയുക, പുലർച്ച, ഇങ്ങനെയുള്ള ഘടകങ്ങളെ കൊണ്ടല്ലേ സമയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷുകാർ പറയും സ്പ്രിങ്, ഓട്ടം, സമ്മർ, വിൻ്റർ. കാലസ്വരൂപൻ എന്ന് പറയുന്നത് ഈ രൂപങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സീസൺസ്, ടൈം എന്ന് പറയുന്നത് ഈ സീസണിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. വേറെ അദ്ദേഹത്തിന് വഴി. ഡേറ്റ് മാറുന്നു, സമയം മാറുന്നു, ആഴ്ച മാറുന്നു, പക്കം മാറുന്നു, തിഥി മാറുന്നു, ഉഷ്ണം വരുന്നു, ശീതം വരുന്നു, വർഷകാലം വരുന്നു, തണുപ്പ് കാലം വരുന്നു, പുലർച്ചെയാവണു, രാത്രിയാവണു, സന്ധ്യയാവണു അല്ലേ. ദിസ് ഇസ് ടൈം. അതാണ് ഋതു എന്ന് പറയുന്നത്, സീസൺസ്. അത് ഭഗവാൻ കാലസ്വരൂപം തന്നെയല്ലേ. ഋതുക്കളിൽ വെച്ച് ഞാൻ വസന്തമാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും. മൂപ്പർക്കെല്ലാം ദി ബെസ്റ്റ് ആവണല്ലോ, എല്ലാറ്റിൻ്റെയും ബെസ്റ്റാണല്ലോ അദ്ദേഹം. ഋതൂനാം കുസുമാകര, ഋതുക്കൾ വസന്തമാം. സീസൺസിൽ വെച്ച് ഞാൻ വസന്ത സീസണാണ് അർജുന. ഐ ആം ദ ബെസ്റ്റ് എമംഗ് എവരിതിങ്. There cannot be a better than me. അപ്പം കാലത്തിൻ്റെ കളിവിളയാട്ടം എന്ന് പറയാം. അങ്ങനെയാണത്. കാലം എങ്ങനെയാണ് പോകുന്നത്?
ഭജഗോവിന്ദത്തിൽ ശ്ലോകം ഓർമ്മയുണ്ടോ? ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത. ദിനയാമിന്യൗ സായം പ്രാത, ഡേ ടൈം, സന്ധ്യ, വൈകുന്നേരം, രാത്രി. ദിനയാമിന്യൗ സായം പ്രാത, പ്രഭാത സമയം, സന്ധ്യാസമയം, രാത്രി, പകല്. ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ, ശിശിരം വസന്തം, പുനരായാത. ദേ കം അഗെയിൻ, ദേ ഗോ അഗെയിൻ, ദേ കം ആൻഡ് ഗോ. കാലക്രീഡതി ഗച്ഛത്യായു. എന്താ സംഭവിക്കണം? കാലക്രീഡതി, ടൈം ഈസ് പ്ലേയിങ് വിത്ത് യു മൈ ഡിയർ ബോയ്. ശങ്കരൻ പറയണം, എടാ കുട്ടാ, സമയം നന്നോട്ട് കളിക്കുകയാണ്. ഇത് അവൻ തന്നെ കൊണ്ടിട്ട് പൂളിലോടുന്നു. ഈസ് പ്ലേയിങ് വിത്ത് യു, ഈ സ്പോർട്ടിങ് യു, യു ആർ എ സ്പോർട്ട്. ഈ ഈ എന്താ പറയുക, നായാട്ടിന് പോണൊരു മൃഗങ്ങളെ ഓട്ടിക്കില്ല, അതേപോലെ ഓട്ടിക്കുകയാണ് കാലം എൻ്റെ പിന്നാലെ നടന്നിട്ട് ഈ രൂപത്തിൽ. ദിനയാമിന്യോ സായം പ്രാത ശിശിരവസന്തോ പുനരായാത. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ വിടില്ല, എൻ്റെ പിന്നാലെ നടക്കണവൻ. കാലക്രീഡതി, ഭഗവാന്റെ ഒരു കളിയാണത്. കാലം കളിക്കുകയാണ്. ഗച്ഛത്തായു, എൻ്റെ ആയസാണ് പോണത്. നിനക്ക് വല്ല വിചാരമുണ്ടോ? തത് പിന്നെ മുഞ്ചത്ത് ആശാവായു. ആശ എന്ന് പറഞ്ഞ സാധനം തന്നെ വിടുന്നില്ലല്ലോ, നീ അതിനെ കൈവിടുന്നില്ല. അതും കൊണ്ടിട്ടല്ലേ നീ ഓടണ. അത് താഴ്ത്തട താഴ്ത്തട എന്ന് പറഞ്ഞിട്ടാണ് അത് പിന്നാലെ വരുന്നത്. നീ എവിടെ താഴ്ത്തടാനാ? എൻ്റെ നീ മുറുക്കും, എൻ്റെ പിടറ മുറുക്കം കൂട്ടണം. ആലോചിച്ചോക്കൂ. ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത. കാലക്രീഡതി ഗച്ഛത് ആയു തദപിന മുഞ്ചത് ആശാവായു. ആശാഭാഷം തന്നെ വിടുന്നില്ല. ബാംഗ്ലൂർ ഒരു കേശവദാസ് സന്ത് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഗൃഹസ്ഥനാണ്, നല്ല ലെക്ചറൊക്കെ അതേപോലെ സ്പിരിച്വൽ ലെക്ചേഴ്സ് കൊടുക്കും, ഇംഗ്ലീഷ് പോയിട്രിയൊക്കെ എഴുതും കൂട്ടിയിട്ട്. അതിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് 2 വരി പറയാറുണ്ട്. വിൻ്റർ സമ്മർ കം ആൻഡ് ഗോ, മാൻ ഹാസ് നോട്ട് ലോസ്റ്റ് ഹിസ് ഈഗോ. 2 വരി ചെല്ലാറുണ്ട് അങ്ങനെ. സമ്മർ, വിൻ്റർ, കം ആൻഡ് ഗോ. ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത. കാലക്രീഡതി ഗച്ഛത്തായു തദപിന മുഞ്ചത് ആശാവാശു. അപ്പോൾ വിൻ്റർ, സമ്മർ, കം ആൻഡ് ഗോ, മാൻ ഹാസ് നോട്ട് ലോസ്റ്റ് ഹിസ് ഈഗോ. അവൻ്റെ അഹങ്കാരം, അവൻ്റെ ഈഗോ എവിടെ പോയി? വിൻ്റർ, സമ്മർ, കം ആൻഡ് ഗോ. യു ഹാവ് നോട്ട് ലോസ്റ്റ് യുവർ ഈഗോ മൈ ഡിയർ ബോയ്. അല്ലേ? സന്ത് കേശവദാസ് കേട്ടിട്ടുണ്ട്. എത്ര പേര് പ്രായമായിട്ടുള്ളവർ കേട്ടിട്ട് കാണണം. ബാംഗ്ലൂർ ആസ്ഥാനമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അത്രയ്ക്കാണ് ഞാൻ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ നല്ല പ്രായമായിട്ടുണ്ടോ, ഒരു 10-90 ആയിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ രത്നചുരുക്കം ഇതാണ്. കാലത്തിൻ്റെ വിളയാട്ടം ഇതിൽ കൂടെയാണ്. ഋതു, അത് ഭഗവാനാണ്. ഈ ഋതു എന്ന് പറയുന്നത് ഭഗവാനാണ്. സീസൺസ് എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ ഋതുഭേദങ്ങൾ മനുഷ്യൻ്റെ ക്ഷേമത്തിനും ശിക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അത്യുഷ്ണം, ചിലപ്പോൾ അതിവർഷം, ചിലപ്പോൾ ശൈത്യം. ഇതൊക്കെ എന്തിനാ? നല്ലതിനുമുണ്ട് ചീത്തയ്ക്കുമുണ്ട്. ചിലവരൊക്കെ പണിഷ് ചെയ്യണം, ചിലവർക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കണം, ചിലവർക്കൊക്കെ ക്ഷേമം ഉണ്ടാക്കി കൊടുക്കണം, ചിലവരൊക്കെ പണിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കാലങ്ങളൊക്കെ വരുന്നത്. ചില സമയത്ത് ഡിഗ്രി കുറച്ച് കൂട്ടും, ചില സമയത്ത് കുറച്ച് കുറയ്ക്കും. കൺട്രോൾ വാളും അദ്ദേഹത്തിൻ്റെ അടുത്താണല്ലോ. എന്നാൽ എറണാകുളത്ത് ഇപ്പോൾ നാളെ തൊട്ട് ചൂട് കുറച്ച് കൂട്ടട്ടെ എന്ന് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ 38 എന്നുള്ളതൊക്കെ 40-45 ആയി അങ്ങോട്ട് പോകും. തൃശ്ശൂർ കുറച്ച് തണുപ്പാവട്ടെ, -2 -3 ഒക്കെ പോട്ടെ, കൺട്രോൾ തിരിച്ചാൽ അവിടെ -2 -3 ആയി. പാലക്കാട് അസാമാന്യ വർഷം ഉണ്ടാവട്ടെ, കുറേ സെൻറ്റിമീറ്റർ വർഷം പെയ്യട്ടെ, അത് തിരിച്ചാൽ വർഷമായി. അല്ലേ? ഇങ്ങനെ ഇട്ട് നമ്മളെ കളിപ്പിക്കല്ലേ, ചക്രശ്വാസം വലിപ്പിക്കല്ലേ. കാലക്രീഡതി ഗച്ഛത്തായു. നമ്മളാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും എന്നോടല്ലോ എന്ന് പറഞ്ഞിട്ട്
തദവിന മുഞ്ചത്ത് ആശാവാശു. അറിയാതെ നമ്മളുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണൽ പോണു. ഗച്ഛത് ആയു, ആയുസ് ഇങ്ങനെ പോണു. ഓക്കെ, അപ്പോൾ അതാണ് ഋതു. ഋതു ഭഗവത് സ്വരൂപം തന്നെയാണെന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് നമുക്ക് ഇന്നിവിടെ നിർത്താം. നാളെ നമുക്ക് നാളത്തെ നാമം എന്താ വെച്ചാൽ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഭഗവാനെ.